ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് എല്ലാവർക്കും ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്താണെന്നല്ലേ, ആലിസിൻ്റെ ഹൗസ് വാമിങ്ങിന് ഞങ്ങൾ റെഡിയായി പോകാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റും കൂടെ കൊണ്ടുപോകണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ഷോപ്പ് അല്ല കേട്ടോ, ആക്ച്വലി നമ്മുടെ തൊട്ടടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാണിത്, മൂലൻസ് എന്ന് പറയുക. അപ്പോൾ അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അതായത് ഒരു ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ചെരുപ്പാണെങ്കിലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും ബാഗാണെങ്കിലും അങ്ങനെ എല്ലാ സംഭവങ്ങളും അടങ്ങിയിട്ടുള്ള ഇതുപോലെയുള്ള കുറേ പ്രസൻറ്റേഷൻ ഐറ്റംസ് ആണെങ്കിലും പിന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണെങ്കിലും എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ നോക്കി നോക്കി വന്നപ്പോഴത്തേനും എനിക്ക് ഈ ഒരു പീസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. തിരുകുടുംബമാണ്, കർത്താവും മാതാവും ഔസ്യപിതാവും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പീസാണ് കേട്ടോ. ലക്കി അത് ലക്കി. രണ്ട് ഫിഷ് ഇത് കൊടുക്കണോ? ഇത് വേണോ ഇത് വേണോ? ഇത് വേണോ ഇത് വേണോ? நல்லா இருக்கு கையில் இருக்கிறது. അത് കൂടാണ്ട് നടേമുറിയിലും അതുപോലെ തന്നെ തീനുമേശയുടെ അവിടെയും പിന്നെ പൂജാമുറിയിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല നല്ല പിക്ചേഴ്സ് ദൈവത്തിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഇത് ആക്ച്വലി എൻ്റെ വീട്ടിലും ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ. പക്ഷേ ഈ ഒരു പീസ് പ്രത്യേകത ഉണ്ടായിരുന്നു, കാരണം ഇതിൽ ഫുള്ള് സ്റ്റോൺസ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, കുറേ പാവകളുണ്ടായിരുന്നു. പിന്നെ ഫ്ലവർ വേസ് ഇല്ലല്ലേ, അയ്യോ അത് കണ്ടിട്ട് എനിക്ക് എടുക്കാണ്ടിരിക്കാൻ വയ്യായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഭംഗിയിട്ടുണ്ടായിരുന്നു. നല്ല നല്ല ഫ്ലവർ വേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൊട്ട് മുൻപ് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ വേസ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുമായിരുന്നു ഇവിടെ നിന്ന് മേടിച്ചാൽ മതിയായിരുന്നു ഇടാ, നല്ല കളക്ഷൻസ് ഉണ്ട് എന്ന് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. നോക്കിയാൽ എന്തൊരു കളർഫുള്ളായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന് നോക്കി, ഇത്രയും കളക്ഷൻസ് ഉണ്ട്. പിന്നെ ബാംബൂ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്, പക്ഷെ ഒന്നും എടുക്കാനില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം എടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ദാ ഈ ഒരു പീസ് എടുത്തു കേട്ടോ, കാരണം അമ്മയുടെ ഇട്ടിരിക്കുന്ന സാരിക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു ഈ മൾട്ടി കളർ നെക്ക് പീസ്. കൊള്ളാവോ? ഒരു ഫ്ലോറലിൻ്റെ പോലത്തെ ടൈപ്പാണ്. നോക്കിയേ, നല്ല രസമല്ലേ. പിന്നെ അമ്മ അതുപോലെ തന്നെ നെയിൽ പോളിഷ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞത് കൈ എന്താ ചൊറി പിടിച്ചിരിക്കണേന്ന് പറഞ്ഞപ്പോഴത്തേനും വാങ്ങിച്ചതാണ്. ഇഷ്ടയോ? ഇവരുടെ രണ്ടുപേരുടെ ബോണ്ടിങ് ഉണ്ടല്ലോ, അത് പലപ്പോഴും ഞാൻ നോക്കി നിന്ന് പോയിട്ടുണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. അത്രയ്ക്ക് ഭയങ്കര ഒരു നമ്മളങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും കാണാറില്ല കേട്ടോ ഇങ്ങനൊരു ഒരു ബോണ്ടിങ് ഉള്ള രണ്ടാൾക്കാരെ. അവർ വഴക്കും കൂടാറുണ്ട്, കെട്ടിയും പിടിക്കാറുണ്ട്, ഹാപ്പിനെസ് ആവാറുമുണ്ട്, ഒന്നിച്ച് ഒരു കുട്ടികളെ പോലെ രണ്ടുപേരും ഒരു കുട്ടികളെ പോലെ കിടന്ന് കളിക്കാറുമുണ്ട്. അങ്ങനത്തെ ഒരു ബോണ്ടിങ്. ചിലപ്പോൾ എനിക്ക് തോന്നും അമ്മയ്ക്കൊരു മോനുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമോ, ഇങ്ങനത്തെ ഒരു ബോണ്ടായിരിക്കുമോ എന്നൊക്കെ ഫീൽ ചെയ്യാറ്. അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഫ്ലാറ്റിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ. അപ്പോൾ ഫ്ലാറ്റാണ് മേടിച്ചതെന്നാണ് പറഞ്ഞത് കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ അതാ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ നോക്കിയപ്പോൾ അതാ ഒരു വലിയൊരു ഫ്ലാറ്റ്, ഒരു കമ്മ്യൂണിറ്റി പോലത്തെ ഒരു സ്ഥലം കേട്ടോ അവിടെ എത്തിയേ. അപ്പോൾ നല്ല രസമുള്ളൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും. നമ്മൾ പെണ്ണുങ്ങൾ പിന്നെ എവിടെ കണ്ണാടി കണ്ടാലും ചെറിയൊരു മിനുക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉള്ളതാണ് അല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പറ്റുന്ന അബദ്ധമാണ് കേട്ടോ, എവിടെയെങ്കിലുമൊക്കെ പോയി ഇറങ്ങും ഫ്ലോറിൽ. ഏതൊരു ഫ്ലാറ്റിൽ കയറിയാലും എനിക്ക് പറ്റുന്നൊരു അബദ്ധമാണ്. പിന്നെ എന്നിട്ട് കറക്റ്റായ ഫ്ലോറിൽ തന്നെ പോയി ഇറങ്ങും കേട്ടോ. അതേപോലെ തന്നെ അതാ ഇവിടെയും നടന്നു. ആദ്യം തെറ്റിപ്പോയായിരുന്നു, പിന്നെ കറക്റ്റായിട്ടുള്ള ഫ്ലോറിൽ തന്നെ അങ്ങ് ഞങ്ങൾ എത്തി കേട്ടോ. 14ാമത്തെ ഫ്ലോറിലായിരുന്നു ഫ്ലാറ്റ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ നല്ലൊരു ആൾക്കൂട്ടം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കേട്ടോ, ഏകദേശം അതായിരിക്കും സ്ഥലം എന്നുള്ളത്. അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ്. ടണ്ടടേങ് എത്തിപ്പോയി. അങ്ങനെ ഞങ്ങളത് ആ ഫ്ലാറ്റിലെത്തിയപ്പോൾ വേറൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. സ്റ്റെഫി എനിക്ക് എൻ്റെ വൺ ഓഫ് ദ നല്ലൊരു ഫ്രണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയ്ക്ക് എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവളെ. അപ്പം അവളെയും കണ്ടായിരുന്നു. ഞങ്ങളിത് പറഞ്ഞിട്ട പോലെ ഒരേപോലെ ബ്ലാക്ക് ആയിരുന്നു കേട്ടോ. പിന്നെ ആലിസിന് ഒരുപാട് നാളിന് ശേഷം കേട്ടോ ഞാൻ കാണുന്നത്. സത്യം പറഞ്ഞാൽ മിസ്സസ് ഹിറ്റ്ലറൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളൊരു ഫാമിലി പോലെ ആയിരുന്നു. അതിനുശേഷം പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒക്കെ ആയപ്പോഴത്തേന് പിന്നെ അവളെ തിരിച്ച് എനിക്ക് കാണാനേ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് അതിന് ശേഷം ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഇങ്ങനൊരു സിറ്റുവേഷനിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. വീട് നല്ല എക്സലൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സന്തോഷം. ഓൾ ദി വെരി ബെസ്റ്റ്. എന്നിട്ട് ഇനിയും ഒരുപാട് ഐശ്വര്യങ്ങൾ വീടിൻ്റെ എല്ലാ ഭാഗത്തും അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻറ്റീരിയേഴ്സും സൂപ്പറായിട്ടുണ്ടായിരുന്നു. ആ കളർ കോംബോയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഈ ബാൽക്കണി അല്ല, ജനലയുടെ സൈഡിൽ
14th ഫ്ലോർ ആയതുകൊണ്ടായിരിക്കും കേട്ടോ ഇത്ര ഭംഗിയുള്ളത്. സൈഡിൽ ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കിങ്ങനെ ബുക്സ് വായിക്കണമെങ്കിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നോക്കി റിലാക്സ് ആവണമെന്നുണ്ടെങ്കിലോ നല്ലൊരു ഏരിയ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻറ്റീരിയർ ഒക്കെ ഇതാ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിലും ഒരു ആലിസ് ടച്ച് ഉണ്ട് എന്ന് തന്നെ പറയാം. ഞാനത് അവളോട് തന്നെ പറയുകയും ചെയ്തു കേട്ടോ. നമ്മൾ പെൺകുട്ടികൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സംഭവമാണ് കേട്ടോ ഇതുപോലത്തെ ഒരു കബോർഡ്. പ്രത്യേകിച്ച് ഇതുപോലത്തെ ആലിസിനെ പോലത്തെ ഒരു ഇൻഫ്ലുവൻസർ കം ആർട്ടിസ്റ്റിനൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിലെത്തി എല്ലാതും കമ്മൽ, മാല, വള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് റാക്സ് തന്നെ അവൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നടയമുറി അതുപോലെ തന്നെ ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിലുള്ള സ്റ്റാച്യൂസും ഫോട്ടോഗ്രാഫ്സും ഒക്കെയാണ് അവൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കിത്. അല്ലെങ്കിൽ തന്നെ അറിയാമല്ലോ എനിക്ക് ഫിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ ഈ ടെറേറിയത്തിൽ ഇങ്ങനെ ഇതുപോലെ വെള്ളം നിറച്ചിട്ട് അതിലൊരു ബീറ്റ ഫിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി ഇത് 3 ബെഡ്റൂം ഫ്ലാറ്റാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു ഭംഗിയുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു കേട്ടോ. വാം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നല്ലൊരു വൈബായിരുന്നു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു മിറർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ മാറിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഫുൾ ലെങ്ത്തിൽ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതിനൊരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ കബോർഡൊക്കെ ചെയ്യുമ്പോഴത്തേനും ഉള്ളിൽ മിറർ വെച്ച് ചെയ്താലും ഇത്ര ഒരു ഭംഗിയിൽ നമുക്ക് കാണാനോ വെക്കാനോ പറ്റത്തില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ചെറിയൊരു ഏരിയ ഇതുപോലൊരു സംഭവം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് മിറർ. അതും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡും ആയിരുന്നു കേട്ടോ. കാരണം ആലിസ് എൻ്റെ അടുത്ത് നമ്മൾ മിസ്സസ് ഹിറ്റ്ലറൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, ചേച്ചി ഒരു വീട് വേണം ചേച്ചി, വീട് വേണം ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ തന്നെ ഞാൻ വേളാങ്കണ്ണി പോയപ്പോഴത്തേനും അവൾക്ക് വേണ്ടിയിട്ട് നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ നേർച്ച എല്ലാവർക്കും അറിയാവോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും. നമ്മളിങ്ങനെ ഒരു താഴ് അവിടെ നിന്ന് മേടിച്ചിട്ട് ആ താഴ് അവിടെ ഇടണം. ഇട്ടിട്ട് ഒരു താക്കോല് അവിടുത്തെ ഭണ്ഡാരപ്പെട്ടിയിലിടണം, ഒരു താക്കോല് നമ്മുടെ കയ്യിൽ വെക്കണം. എപ്പോഴാണോ നമ്മുടെ വീട് പണി കഴിയുന്നത് അല്ലെങ്കിൽ നമ്മൾ വീട് വാങ്ങുന്നത് തിരിച്ചു കൊണ്ടുപോയി നമ്മൾ ആ താക്കോൽ ഇടണം. അങ്ങനെ ഒരു നേർച്ച ഞാൻ ആലിസുട്ടിക്ക് വേണ്ടി നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചൊരു കാര്യം നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത്. ഞാൻ വന്നപ്പോൾ തന്നെ അവളോട് പറയുകയും ചെയ്തായിരുന്നു കേട്ടോ, ആ ബാക്കിയുള്ള ഒരു താക്കോല് കൊണ്ട് വേളാങ്കണ്ണി കൊണ്ട് ഇട്ടോളൂ കേട്ടോ എന്ന്. അപ്പോൾ അവിടുത്തെ വീട് കാണൽ ചടങ്ങും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ആ ഭക്ഷണം കഴിക്കാനുള്ള ഏരിയയിലേക്ക് എത്തി കേട്ടോ. जाली അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോഴത്തേനും ആലിസിൻ്റെ ഇൻലോസിനെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എനിക്ക് ഇവരോട് ഭയങ്കര ബഹുമാനമാണ്. കാരണം ആലിസിൻ്റെ എന്തൊരു സംരംഭം എടുത്താലും അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇവർ. പ്രത്യേകിച്ച് അവിടെ ചെന്നപ്പോഴത്തേനും സ്റ്റെഫിയും അവളും തമ്മിലുള്ള ബോണ്ട് ഞാൻ നേരിട്ട് കണ്ട ആളാണ്. അവിടുന്ന് കുറച്ച് നേരം ആൻറ്റിയോടും അങ്കിളിനോടൊക്കെ വർത്താനം പറഞ്ഞ് ഞാൻ നേരെ ഇവരുടെ അടുത്തേക്ക് എത്തി കേട്ടോ. അപ്പോൾ ആലിസിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയാൻ പറഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിൽ തോന്നിയത് എന്താണോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആലിസിൻ്റെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞത് ഏതാ പറഞ്ഞതെന്നൊക്കെ. ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഞാൻ ആ ദിവസം. ആലീസിന് എന്തോരം സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നോ അതേ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എനിക്കുള്ള പോലെ കേട്ടോ തോന്നിയെന്ന് കേട്ടോ അമ്മയൊക്കെ പറഞ്ഞത്. അപ്പം അങ്ങനെ ഭക്ഷണവും കഴിച്ചു, കുറച്ചൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫ്ലാറ്റിലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനൊരു സ്പേസ് കണ്ടു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഏറ്റവും ഭയങ്കര മുകളിലാണല്ലോ, അപ്പോൾ 14ാമത്തെ ഫ്ലോറിൽ നിന്നും മുകളിലേക്കുള്ള സ്ഥലത്തായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു പാത്ത് വേ പോലെ, ഒരു ബ്രിഡ്ജ് പോലെയാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ താഴത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എറണാകുളം മൊത്തം കാണായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ അവിടെ നിന്നിട്ട്. അപ്പോൾ രീതിക്കുട്ടൻ പറഞ്ഞത് രീതിക്കൊണ്ട് താഴത്തേക്ക് നോക്കുമ്പോഴത്തേനും തല ഇറങ്ങണ പോലെ തോന്നിയെന്നൊക്കെ കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഒരു ഈവനിങ് ടൈമൊക്കെ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു നല്ല വർത്താനം കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു കേട്ടോ ഇത്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഈ ഒരു അറ്റ്മോസ്ഫിയറും. നല്ല വൈബ് ഉള്ള സ്ഥലം കേട്ടോ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. ഞാനത് അവളോട് പറയുകയും ചെയ്തു. ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമായിട്ടോ എനിക്ക് ഫീൽ ചെയ്തത്.
നട്ടുച്ചയായിരുന്നിട്ട് നല്ല കാറ്റായിരുന്നു കേട്ടോ ഇവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ബൈ ദ വേ എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിലെ ആൾക്കാരാട്ടോ എനിക്ക് ഈ സാരി തന്നത്. ആരോഹി കോയ്റ്റർ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാട്ടോ എനിക്കിത് അയച്ചു തന്നത്. കളർ കോമ്പിനേഷനും നന്നായിരുന്നു, മെറ്റീരിയലും അടിപൊളിയായിരുന്നേ. അങ്ങനെ അവിടെ ഉള്ളവരോടൊക്കെ ഞാൻ യാത്രയൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവൾക്ക് എല്ലാം നല്ലത് നടക്കട്ടെ, റിസർവേഷൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അത്രയല്ലോ. ഓക്കെ ചേട്ടാ, ബൈ.